നമസ്കാരം. ഇന്ന് അഷ്ടമി തിഥി. ശ്രീ വാരാഹി ദേവിയെ ഭജിക്കാൻ പഞ്ചമിയും പൗർണമിയും പോലുള്ള ദിവസങ്ങൾ പോലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അഷ്ടമി തിഥി. ഇതുപോലുള്ള ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശക്തി കിട്ടാൻ പറ്റുന്ന ദിവസമാണ് ഈ അഷ്ടമി തിഥി എന്ന് പറയുന്നത്. പൗർണമിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്നും ഞാനൊരു വാട്ടർ മാനിഫെസ്റ്റേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം വെള്ളത്തിൽ അലിയിച്ചു കളയാനായിട്ട് ഈ ഒരു വാട്ടർ മാനിഫെസ്റ്റേഷനിലൂടെ കഴിയുന്നതാണ്. അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് ഒരു ഗ്ലാസ് ശുദ്ധജലമാണ് വേണ്ടത്. പിന്നീട് വേണ്ടത് കല്ലുപ്പാണ്. കല്ലുപ്പ് അറിയാമല്ലോ, എല്ലാ നെഗറ്റീവ് ഊർജത്തെയും നമ്മളിൽ നിന്ന് അകറ്റാനായിട്ട് കല്ലുപ്പിന് കഴിയും. കല്ലുപ്പ് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു പിടി കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു സാധാരണ വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് നമുക്ക് എഴുതാവുന്നതാണ്. നമുക്ക് അസുഖമാണെങ്കിലും കടബാധ്യതയാണെങ്കിലും രോഗദുരിതങ്ങളാണെങ്കിലും എന്തു തന്നെ ആയാലും നമ്മൾ എടുത്തു വെച്ച പേപ്പറിൽ റെഡ് ഇങ്ക് കൊണ്ടുള്ള പേനയിൽ എഴുതാവുന്നതാണ്. എന്നിട്ട് ഈ എഴുതിയ പേപ്പർ കഷ്ണം ആ ഗ്ലാസ് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. ഈ പേപ്പർ കഷ്ണം ഇട്ട് വെച്ച ഈ വെള്ളത്തിൻ്റെ ഗ്ലാസ് നമുക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ വയ്ക്കാവുന്നതാണ്. ഹാളിലോ ബെഡ്റൂമിൻ്റെ മൂലയിലോ എവിടെ വേണമെങ്കിലും വയ്ക്കാവുന്നതാണ്. ഇന്ന ഡയറക്ഷനിൽ വെക്കണമെന്നില്ല. അത് ഇന്ന് രാത്രി മൊത്തം അതവിടെ വെച്ചതിന് ശേഷം നാളെ രാവിലെ ആ പേപ്പർ കഷ്ണം അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അത് നമുക്ക് ആരും കാൽ ചവിട്ടാത്ത ഇടത്തേക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ഈ ഉപ്പ് കലർന്ന വെള്ളം, അതായത് നമ്മുടെ നെഗറ്റീവ് എനർജി മൊത്തം ഈ ഉപ്പ് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു സിങ്കിലേക്ക് ഒഴിച്ച് കളയാവുന്നതാണ്. അതോടുകൂടി നമ്മുടെ നെഗറ്റീവ് എനർജിയെ മുഴുവൻ പുറന്തള്ളി നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകാനായിട്ട് ഈ ഒരു വാട്ടർ മാനിഫെസ്റ്റേഷനിലൂടെ കഴിയുന്നതാണ്. ഇതിന് പ്രത്യേക പൂജയോ വഴിപാടുകളോ ഒന്നും തന്നെയില്ല. ഇത് നിങ്ങൾക്ക് രാത്രി 12 മണിക്ക് മുമ്പ് ചെയ്യാവുന്നതാണ്. ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത അഷ്ടമി തിഥിക്കോ പൗർണമിക്കോ ചെയ്യാവുന്നതാണ്. വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ചെയ്തു നോക്കൂ. 100% ഫലം ഉറപ്പാണ്.